ക്രിപ്റ്റോ. ഇത് തുടങ്ങിയ സമയം തൊട്ട് ക്രിപ്റ്റോ, ബ്ലോക്ക് ചെയിൻ ഇതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്കെപ്പോഴും ജിബ്ബറിഷ് പോലെയും മനസ്സിലാവില്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ക്രിപ്റ്റോ പറ്റിപ്പാണ് ആദ്യം തൊട്ട് പറയുന്നതാണ്. പിന്നീട് പറഞ്ഞു അയ്യോ ക്രിപ്റ്റോയിൽ പൈസ ഇല്ലേ, പിന്നെ എന്നാ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, എന്നാ നിങ്ങളുടെ കയ്യിലുള്ളതെന്നൊരു ചോദ്യമായി. റൈറ്റ് നൗ ഇപ്പോൾ ക്രിപ്റ്റോ എങ്ങനെയാണ്, ക്രിപ്റ്റോയുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്? എന്നെ രക്ഷിച്ചത് ക്രിപ്റ്റോ ആണ്. 2020 ഞാൻ നല്ല ലോസിൽ പോയി. അത്യാവശ്യം മൾട്ടി ലാക്സിൽ ലോസിൽ പോയി, നല്ല ലോസിൽ പോയി. ആ സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഡോഗ് ഫാം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. ദെൻ വണ്ടി കച്ചവടം ഉണ്ടായിരുന്നു, അപ്പോൾ അതും പ്രശ്നമായി. ഒരു വണ്ടി എടുത്തിട്ട് പ്രശ്നമായി പോയി, മൊത്തം ബ്ലോക്കായി പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തെല്ലാം ക്രിപ്റ്റോ. 2019 ഡിസംബർ മുതലേ ആക്ച്വലി കൊറോണ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. നമ്മളെ മാർച്ചിലാണ് ലോക്ക്ഡൗൺ വന്നത്. പക്ഷേ ചൈനയിൽ ഇത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയത് 2019. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ സ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ലോസിൽ പോയി. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫസ്റ്റ് കൊറോണ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞ് ക്രിപ്റ്റോ BTC ഒക്കെ വെറും 4 ലക്ഷം രൂപയിലോട്ട് വന്നു. 3.5. ഞാനും എൻ്റെ ബ്രദറും ഒക്കെ അന്ന് BTC, എത്തീരിയം ഒക്കെ ഇരുന്ന് ഞങ്ങൾ വാങ്ങിച്ചത് തുച്ഛമായ വിലയ്ക്ക്. ലൈക്ക് BTC ഒക്കെ 5-6 ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് 2 മാസം കൊണ്ട് അത് 18-20 ലക്ഷം രൂപയായി ഒറ്റ BTCയുടെ വാല്യൂ.